പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് മരിച്ച സഹോദരങ്ങളുടെ സംസ്കാരം ഇന്ന് നടക്കും. അട്ടപ്പാടി താവളത്തെ പോളി ട്രിനിറ്റി ദേവാല സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ചയാണ് ഇരുവരും മരിച്ചത്. ഇരുവരുടെയും മാതാവും സഹോദരിയും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുണെ, വളരെ സങ്കടകരമായ വാർത്തയാണ്. രാവിലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഭൗതികദേഹം അവർ പഠിച്ച സ്കൂളുകളിൽ പൊതുദർശനത്തിന് വെച്ചതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. വളരെ വികാര നിർഭരമായ രംഗങ്ങളാണ് ആ സ്കൂളിൽ നിന്നും അപ്പോൾ കാണാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് അരുൺ? ഗൗതം, ആ കുഞ്ഞുങ്ങളുടെ ഭൗതിക ശരീരം പൊതുദർശനം അവർ പഠിച്ച സ്കൂളിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10:40 കൂടിയാണ് ഈ ഭൗതിക ശരീരങ്ങൾ സ്കൂളിലേക്ക് എത്തിച്ചത്. ഇപ്പോഴും പൊതുദർശനം പുരോഗമിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നിന്നും നേരത്തെ പറഞ്ഞ ആ ദേവാലയത്തിലേക്ക് മാറ്റും എന്നുള്ളതാണ്. അവിടെയും 10:45 മുതൽ 11 മണി വരെ ചിറ്റൂർ ഹോളി ഫാമിലി പള്ളിയിലാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കുക. ഇപ്പോൾ ഈ സ്കൂളിൽ അവർ പഠിച്ച പൊൽപ്പുള്ളി KVM UP സ്കൂളിൽ പൊതുദർശനം പൂർത്തിയാക്കി ആ 2 കുഞ്ഞുങ്ങളുടെയും ഭൗതിക ശരീരം അടുത്തതായിട്ട് ആ പള്ളിയിലേക്ക് പൊതുദർശനത്തിന് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും വലിയ വേദനപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടാവുന്നത്. ഈ കുഞ്ഞുങ്ങളുമായി അവരുടെ അമ്മ, 3 കുഞ്ഞുങ്ങളുമായി അവരുടെ അമ്മ എൽസി അവർ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് കാറിൽ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേൽക്കുകയും ആ അമ്മയ്ക്കും 3 കുഞ്ഞുങ്ങൾക്കും പൊള്ളലേൽക്കുന്ന സ്ഥിതി ഉണ്ടായത്. തുടർന്ന് ഈ കുഞ്ഞുങ്ങളെയും അമ്മയെയും ഒക്കെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ എറണാകുളത്തെ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഈ 2 കുഞ്ഞുങ്ങൾക്കും ജീവൻ നഷ്ടമായത്. ഇപ്പോഴും ഇവരുടെ അമ്മ എൽസി ഗുരുതര നില തരണം ചെയ്യാത്ത ഒരു സ്ഥിതിയുണ്ട്. മൂത്ത മകളും പൊള്ളലേറ്റ് ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കുടുംബത്തിന് ഇതിൽ കൂടുതൽ എന്താണ് വരാനുള്ള ദുരിതം എന്നുള്ളതാണ് ഇവിടെ വന്ന ഓരോ ആളുകളും പറയുന്നത്. കാരണം എൽസി എന്ന ഈ അമ്മ അവരുടെ ഭർത്താവും 3 കുട്ടികളുമൊത്ത് സന്തോഷകരമായ ജീവിതം നയിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഭർത്താവിന് ക്യാൻസർ പിടിപെടുന്നത്. ക്യാൻസർ പിടിപെട്ടതോടുകൂടെ തന്നെ ആ ഭർത്താവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ പോരാട്ടം നടത്തുകയായിരുന്നു എൽസി. പക്ഷേ അതിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഭർത്താവിന് ജീവൻ നഷ്ടമായി. തുടർന്ന് ആ അച്ഛൻ്റെ വിയോഗത്തിൽ, ഭർത്താവിൻ്റെ വിയോഗത്തിൽ എൽസിയും അവരുടെ 3 മക്കളും വലിയ രീതിയിൽ നൊമ്പരത്തിൽ കഴിയുകയായിരുന്നു. ഇവിടെ ഇന്നിപ്പോൾ ഈ പൊതുദർശനത്തിന് എത്തിയ അധ്യാപകരൊക്കെ, ആ കുഞ്ഞുങ്ങളുടെ അധ്യാപകരൊക്കെ പറഞ്ഞത് അച്ഛൻ്റെ വിയോഗത്തിന് ശേഷം കുട്ടികൾ വളരെ ബാക്ക് ബെഞ്ചിൽ പോയി ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന സ്ഥിതിയായിരുന്നു എന്നായിരുന്നു. പക്ഷെ പിന്നീട് ആ കുഞ്ഞുങ്ങളെ കൗൺസിലിങ്ങും മറ്റുമൊക്കെ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു അധ്യാപകരും മറ്റും നടത്തിയത്. എൽസിയും അത്തരത്തിൽ തന്നെയായിരുന്നു ആ കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക്, അവരുടെ അച്ഛൻ്റെ വിയോഗം ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ ആ കുഞ്ഞുങ്ങളുമൊത്ത് വീടിന് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. അതിനുവേണ്ടിയാണ് അവർ ആ കാറിനകത്തേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടെ ആ 3 കുഞ്ഞുങ്ങളുമൊത്ത് കാറിനകത്തേക്ക് കയറിയത്. അപ്പോഴാണ് ആ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ ആളിപ്പടരുകയും തുടർന്ന് അവരുടെ 6 വയസ്സ് മാത്രം പ്രായമുള്ള ആൽഫ്രഡ് മാർട്ടിൻ എന്ന ആൺകുട്ടിക്കും എമിലി മാർട്ടിൻ എന്ന 4 വയസ്സുകാരിക്കും ഒപ്പം മൂത്ത മകൾക്കും അലീനയ്ക്കും ഒപ്പം ഈ എൽസിക്കും ഉൾപ്പെടെ 4 പേർക്കും പൊള്ളലേൽക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും അങ്ങനെ ആശുപത്രിയിലൊക്കെ എത്തിച്ചെങ്കിലും ഈ 2 കുഞ്ഞുങ്ങളുടെയും ജീവൻ രക്ഷിക്കാനായില്ല. ഈ എൽസിയും മൂത്ത കുഞ്ഞുമാണെങ്കിൽ ഇപ്പോഴും 35% പൊള്ളലേറ്റ് എറണാകുളത്തെ ചികിത്സയിൽ തുടരുന്ന ഒരു സ്ഥിതിയും ഉണ്ട്. ഏതായാലും ഈ കുഞ്ഞുങ്ങളുടെ വിയോഗത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ്, ശനിയാഴ്ചയാണ് ഇവരുടെ ജീവൻ നഷ്ടമായി എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള വിവരം ആശുപത്രി അധികൃതർ അറിയിച്ചത്. പക്ഷേ എൽസിയും മൂത്ത കുഞ്ഞും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു
അവരുടെ സംസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്താതിരുന്നത്. 2 ദിവസം കാത്തിരിക്കുകയായിരുന്നു ബന്ധുക്കൾ. പക്ഷേ മരുന്നുകളോടൊന്നും എൽസിയും മൂത്ത മകളും കാര്യമായി പ്രതികരിക്കുന്നില്ല എന്ന് ആശുപത്രിയിൽ നിന്ന് വിവരം അറിയിച്ചതോടുകൂടെയാണ് ഇന്നിപ്പോൾ ബന്ധുക്കൾ ഇന്നത്തേക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താമെന്ന തീരുമാനത്തിലെത്തിയത്. തുടർന്നാണ് ഇപ്പോൾ രാവിലെ 10:40 മുതൽ ഇപ്പോൾ വരെ ഈ സ്കൂളിൽ പൊതുദർശനത്തിന് ഈ കുഞ്ഞുങ്ങളുടെ ഭൗതിക ശരീരം വെച്ചത്. ഇനി തൊട്ടടുത്തുള്ള ചിറ്റൂരിലെ ആ പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം എൽസിയുടെ വീട്, ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ വീട് അട്ടപ്പാടി താവളത്താണ്. ആ താവളത്തേക്ക് കൊണ്ടുപോകും. അവിടെയുള്ള ദേവാലയത്തിലെ സെമിത്തേരിയിലാണ് ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. ഏതായാലും ഒരു നാടൊന്നാകെ തേങ്ങുന്ന വളരെ നൊമ്പരത്തിലാഴുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് രാവിലെ മുതൽ കാണാൻ കഴിഞ്ഞത്. കാരണം ഈ കുഞ്ഞുങ്ങൾ കളിച്ച് അവർ വളർന്ന, അവർ പഠിച്ച, അവർ തങ്ങളുടെ സഹപാഠികളുമൊത്ത് ഒരുമിച്ച് ഭക്ഷണം പങ്കിട്ട ആ സ്കൂൾ മുറ്റത്ത് അവരുടെ ചേതനയേറ്റ ശരീരമായിരുന്നു ഇന്ന് രാവിലെ എത്തിച്ചത്. അധ്യാപകരും അവരുടെ സഹപാഠികളായ കുട്ടികളും നാട്ടുകാരും ഒക്കെ വളരെയേറെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചകളാണ് രാവിലെ മുതൽ തന്നെ കാണുന്നത്. കാരണം ആർക്കും ഈ ഒരു സംഭവം ഒരു മരവിപ്പോടെ അല്ലാതെ കേട്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു കുടുംബത്തിന് ഇത്രയൊക്കെ ദുരിതം. അവരുടെ അച്ഛന് ക്യാൻസർ പിടിപെടുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിലുള്ള ജീവിതത്തിലേക്ക് വരാനുള്ള പോരാട്ടം നടത്തുന്നു. ഒരുപാട് വേദന തിന്ന് ആ മനുഷ്യൻ കഴിയേണ്ടി വരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഈ കുഞ്ഞുങ്ങളും അവരുടെ അമ്മയും ഒക്കെ അവരുടെ അച്ഛൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അച്ഛൻ്റെ ജീവൻ നഷ്ടമാവുന്നു. അച്ഛൻ്റെ ജീവൻ നഷ്ടമായതിൽ നിന്നും ഏകദേശം 50 ദിവസത്തോളമായി അച്ഛൻ മരിച്ചിട്ട് അതിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടെയാണ് കാർ അപകടത്തിൽ മരണപ്പെട്ട 2 കുഞ്ഞുങ്ങളുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുകയാണ്. ഈ കുട്ടികൾ പഠിച്ച സ്കൂളുകളിൽ അവസാനമായി ആ കുഞ്ഞുങ്ങളെ എത്തിച്ച് അവരുടെ സഹപാഠികൾക്ക് ഒരിക്കൽ കൂടി ആ 2 കൂട്ടുകാരെയും കാണുവാനുള്ള അവസരം നൽകിയിരിക്കുന്നു. വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് ആ സ്കൂളിൽ നിന്നും പുറത്തു വന്നത്.